എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ വിചിത്രമായ ഒരു വശീകരണ മന്ത്രത്തെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ചാനലിലൂടെ വശീകരണ മന്ത്രങ്ങളെപ്പറ്റിയും അതിൻ്റെ വിധിയെപ്പറ്റിയും ഒരുപാട് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു. വശീകരണമെന്ന താന്ത്രിക ക്രിയ എപ്പോഴാണ് ആവശ്യമായി വരുന്നത്? ഒന്നുകിൽ സ്നേഹമായി കൂടെ കഴിഞ്ഞവർ അകന്നു പോകുമ്പോൾ, എത്ര താഴ്ന്നു കൊടുത്തിട്ടും തിരിച്ചു വരുന്നില്ല. അതുപോലെ മറ്റൊന്ന്, മനസ്സിന് കൂടുതൽ ഇഷ്ടമായി അവർ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതായത് പ്രേമം തോന്നുന്നു. ഇതിനൊക്കെ വേണ്ടിയാണ് സാധാരണയായി വശീകരണ താന്ത്രിക ക്രിയയെ ഉപയോഗപ്പെടുത്തുന്നത്. ആദ്യം പറഞ്ഞ കാര്യം, എന്തുകൊണ്ടാണ് കാമുകന്മാർ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ വശീകരണത്തിൻ്റെ ആവശ്യം വരുന്നത്? തീർച്ചയായും അതിലൊരാൾ അകലുന്നത് കൊണ്ട് തന്നെയാണ്. ഇത് ഒരു മണ്ടൻ ചോദ്യമാണെങ്കിൽ തന്നെയും എന്തുകൊണ്ടാണ് അവർ പിരിഞ്ഞത് എന്നത് ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഇതിന് പറയാനായി പലതും കാണും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. യഥാർത്ഥമായി ആത്മാർത്ഥമായി സ്നേഹിച്ച് വിലപിക്കുന്നവർക്ക് ഇത് ശരിയെന്ന് തോന്നുകയും ചെയ്യും. രണ്ട് തരത്തിലാണ് പ്രേമം. ഒന്ന്, മനസ്സുകൊണ്ട് മനസ്സർപ്പിച്ചുള്ള പ്രേമം. മറ്റേത് ബുദ്ധി മാത്രം ഉപയോഗിച്ചിട്ടുള്ള പ്രേമം. ഇതിൽ ഇന്നത്തെ കാലത്ത് മനസ്സർപ്പിച്ച് പ്രേമിക്കുന്നവരെല്ലാം വിലപിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാം. കാരണം ഇന്നത്തെ കാലത്ത് ബുദ്ധിയെയാണ് എല്ലാവരും പ്രേമിക്കാൻ ഉപയോഗിക്കുന്നത്. മനസ്സർപ്പിച്ച് ആരും പ്രേമിക്കുന്നില്ല എന്നതാണ് സത്യം. ഇതിനും കാരണമുണ്ട്. ഇവൾ അല്ലെങ്കിൽ അവൻ എന്നെ ഏതെങ്കിലും കാര്യം കാണാൻ വേണ്ടിയാണോ എന്നെ പ്രേമിക്കുന്നത് എന്ന സംശയം, അല്ലെങ്കിൽ ഇവൾ അല്ലെങ്കിൽ ഇവൻ എപ്പോഴെങ്കിലും എന്നെ വിട്ടുപോയാലോ എന്ന സംശയം. അതിനിടയിൽ ഒരാൾക്കെങ്കിലും ഹൃദയത്തിൽ നിന്ന് പ്രേമം ഉണ്ടായെന്ന് വരും. ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് ആർക്കും പ്രേമം ഉണ്ടാവില്ല എന്നല്ല, തീർച്ചയായും ഉണ്ടാകും. പക്ഷേ ആ പ്രേമത്തെ തനിക്ക് മനസ്സിലായി വരുന്നത് ചിലപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ പിരിഞ്ഞു പോകുമ്പോഴായിരിക്കും. പിരിഞ്ഞ് വേർപെട്ടു പോകുന്നവർക്ക് ചിലപ്പോൾ അപ്പോഴും ബുദ്ധിയിലായിരിക്കും പ്രേമം. അതുകൊണ്ട് വേർപിരിഞ്ഞു പോകുന്നവർക്ക് അതിൻ്റെ ദുഃഖമോ കരച്ചിലോ ഉണ്ടാവണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമാണെന്ന് വേണമെങ്കിലും പറയാം. ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ ശാന്ത മനസ്സോടെ എങ്ങനെയാണ് ഒരാൾക്ക് മന്ത്രത്തെ ജപിക്കാൻ കഴിയുന്നത്, അല്ലേ? എന്നാൽ മനസ്സിനെ നിയന്ത്രിച്ച് ശാന്തമായി ജപിച്ചാൽ മാത്രമേ മന്ത്രങ്ങളെ കൊണ്ട് ഫലങ്ങൾ ഉണ്ടാകൂ. ഈ അധ്യായത്തിൽ വളരെ പ്രഭാവശാലിയായ വിചിത്ര വശീകരണ മന്ത്രത്തെ പറഞ്ഞുതരാം. ആരാണ് വിചിത്രാദേവി? ആദ്യം വിചിത്രാദേവി ആരാണെന്ന് പറയാം. മഹാചാമുണ്ഡി ദേവിയുടെ ഒരു സ്വരൂപമാണ് വിചിത്രാദേവി. ഭക്തരുടെ ഏത് മനോ അഭിലാഷങ്ങളും വേഗം സാധിച്ചു തരുന്നവളാണ് വിചിത്രാദേവി. ചുവന്ന സാരിയും ചുറ്റി കയ്യിൽ വാളും കമണ്ഡലവുമേറ്റ് അസുരൻ്റെ ശിരസും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപമായതുകൊണ്ടാകാം വിചിത്ര എന്ന് പേര് വന്നത്. വിചിത്ര വശീകരണം ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന വ്യക്തിയെ ആകർഷിക്കാനാകും. വിചിത്ര എന്ന പേര് പോലെ തന്നെയാണ് വിചിത്ര വശീകരണ മന്ത്രവും. അതിൽ ഇച്ഛാപൂർത്തി ബീജമന്ത്രം അടങ്ങിയിരിക്കുന്നു. ആദ്യം വിചിത്ര വശീകരണ മന്ത്രത്തെ പറഞ്ഞു തരാം. മന്ത്രം ഇതാണ്: ഓം ഐം ഐം ഓം അമുഖം വശ്യം വശ്യം ഓം ഐം ഐം ഫട്ട്. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ഐം ഐം ഓം അമുഖം വശ്യം വശ്യം ഓം
ഐം ഐം ഫട്ട്. ഇതിൽ അമുഖം എന്ന സ്ഥാനത്ത് വ്യക്തിയുടെ പേര് പറയുക. ഈ സാധന ആർക്കും ചെയ്യാവുന്നതാണ്. ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നതാണ് നല്ലത്. മത്സ്യമാംസാദികൾ, ലഹരി പദാർത്ഥങ്ങൾ തീരെ പാടില്ല. സാധനാകാലത്ത് ബ്രഹ്മചര്യവ്രതം പാലിക്കുക. സാധനാകാലം 11 ദിവസമാണ്. രാവിലെ സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം ശുഭ്രവസ്ത്രം അഥവാ വെളുത്ത വസ്ത്രം ധരിച്ച് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് കിഴക്കോട്ട് വെളുത്ത തുണി വിരിച്ച് അതിന്മേലിരിക്കുക. മേൽപ്പറഞ്ഞ മന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത സ്ഫടികമാല, രക്തചന്ദനമാല അല്ലെങ്കിൽ ദേവദാരുമാല കൊണ്ട് 5 മാല ജപിക്കുക. ജപമാല പിടിച്ച് മന്ത്രത്തെ എങ്ങനെ ജപിക്കാം എന്നതും ജപമാലയെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകളെപ്പറ്റിയും മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. രുദ്രാക്ഷം ജപമാല എന്ന പ്ലേലിസ്റ്റ് തുറന്ന് കാണുക. സാധനയ്ക്കായി തിരഞ്ഞെടുക്കുന്ന സമയത്തെയും അതുപോലെ സ്ഥാനത്തെയും മാറ്റം വരുത്തരുത്. മറ്റാരും കാണാതെയും അറിയാതെയും വേണം ഈ സാധന ചെയ്യാൻ. 11 ദിവസത്തെ സാധന കഴിഞ്ഞതിന് ശേഷം മത്സ്യങ്ങൾക്കും പക്ഷികൾക്കും കുറച്ച് ഭക്ഷണം നൽകുക. വളരെ വേഗം തന്നെ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാവുന്നതാണ്. പരീക്ഷണാർത്ഥമല്ല, വിശ്വാസപൂർവം ജപിക്കുക. തീർച്ചയായും ഫലമുണ്ടാകും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക. വിദ്യ വേഗത്തിൽ പ്രാപ്തമാക്കാനുള്ള മന്ത്രങ്ങൾ, സൽബുദ്ധിയും ഓർമ്മശക്തിയും ലഭിക്കാൻ വേണ്ടി ചൊല്ലേണ്ട മന്ത്രങ്ങൾ, ധനാകർഷണ മന്ത്രങ്ങളും അതിൻ്റെ വിധികളും, പാചകത്തിൽ സ്വാദ് വർദ്ധിപ്പിക്കാനായി അഥവാ കൈപുണ്യം വർദ്ധിക്കാനായി ചൊല്ലേണ്ട മന്ത്രം, സൗന്ദര്യം വർദ്ധിക്കാനായി ചൊല്ലേണ്ട ത്രിപുരസുന്ദരി മന്ത്രം, വൃക്ഷം മുറിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട മന്ത്രം, ക്ഷേത്രങ്ങളിൽ വലം വയ്ക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് വേണ്ട പൂജയ്ക്കായി തേങ്ങ ഉടയ്ക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം, ഹനുമാൻ ചാലിസയുടെ ശരിക്കുള്ള ഉച്ചാരണവും അർത്ഥവും, ശിവതാണ്ഡവ സ്തോത്രം എളുപ്പത്തിൽ ചൊല്ലി പഠിക്കേണ്ട വിധം, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനു മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു. പ്ലേലിസ്റ്റ് തുറന്ന് കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.